ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നല്ല ഹാപ്പി ആയിട്ടുള്ള വീഡിയോസൊന്നുമല്ല കേട്ടോ. ഇന്ന് നമുക്ക് എല്ലാം അറിയാമല്ലോ, ഭയങ്കര മഴയും ഒറ്റ രാത്രി കൊണ്ട് പല സ്ഥലങ്ങളിലും വെള്ളം കയറി ഉരുള് പൊട്ടി അങ്ങനെ ഭയങ്കര നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടായിട്ടിരിക്കുന്ന സമയമാണെന്ന്. അപ്പോൾ ഇത് നമ്മുടെ വീടിൻ്റെ അവിടെ നിന്ന് താഴോട്ട് ഇറങ്ങി വരുന്ന ഭാഗത്തെ കനാലാണ് കേട്ടോ. ഇതിൻ്റെ അകത്ത് വെള്ളമൊന്നുമില്ലായിരുന്നു. അപ്പം മഴവെള്ളം കയറിയ സമയത്തുള്ള വെള്ളമാണ്. പിന്നെ നമ്മുടെ ഇവിടെ കണ്ടത്തിലെല്ലാം വെള്ളം കയറിയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മുടെ കോഴഞ്ചേരി പല ഭാഗങ്ങളിലും വെള്ളത്താൽ ഒറ്റപ്പെട്ട് കിടക്കുകയാണ്. അപ്പം ആറ്റിലൊക്കെ നല്ല വെള്ളക്കയറ്റം, കടകളിലും വീടുകളിലും ഒക്കെ കയറിയിട്ടുണ്ട്. അപ്പം നമുക്കൊന്ന് പോയി വെള്ളം വരുന്നത് കാണാമേ. അപ്പോൾ എല്ലാവരും കുടുംബത്തോട് ഒത്തിരി പേര് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുഞ്ഞുങ്ങളെയൊക്കെ തന്നെ വീട്ടിൽ നിന്ന് വിടാതിരിക്കുക, എല്ലാവരും സൂക്ഷിക്കുക കേട്ടോ. അതുകൊണ്ട് ആറ്റിലൊക്കെ നല്ല വെള്ളം വരവാണ്. അപ്പം ആറിൻ്റെ തീരത്തൊക്കെയുള്ള വീടുകളും കടകളും കോഴഞ്ചേരി ഏകദേശം 3/4 ഭാഗത്തോളം കടകളിലും എല്ലാം വെള്ളം കയറി, വീടുകളിലും ഒക്കെ കയറിയിട്ടുണ്ട് കേട്ടോ. 2018 കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുപോണക്കൊരു ഇത് ഇപ്പോഴാണെന്ന് തോന്നുന്നു കേട്ടോ ഉള്ളത്. കാരണം കോഴഞ്ചേരി പൊയ്യാനി പ്ലാസയിലൊക്കെ 2018 കയറിയതാണ്. പിന്നെ ഇപ്പോഴാണ് കേട്ടോ ഇത്രയും വെള്ളം കയറുന്നത്. അപ്പം പല സ്ഥലങ്ങളിലെന്ന് പറഞ്ഞാൽ പല സ്ഥലത്തും ഭയങ്കരമായിട്ട് ഉരുളുപൊട്ടലും വീടുകളും കുറേ സഹോദരങ്ങൾക്ക് ജീവൻ പൊലിയുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് വലിയവരൊക്കെ ആണെങ്കിലും ഇങ്ങനെയൊക്കെ വെള്ളം കാണാനൊക്കെ പോകുമ്പോഴും പിന്നെ കുഞ്ഞുങ്ങളെയൊക്കെ ഇപ്പം മീൻ പിടിക്കാനൊക്കെ വിടുന്ന അതുകൊണ്ട് അപ്പോൾ രക്ഷകർത്താക്കളൊക്കെ നല്ലതായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പം നമുക്കും കാണേണ്ടി വന്നിട്ടുണ്ട്. ഇന്ന് ഈ വീഡിയോ എടുക്കാൻ പോകുന്ന സമയത്തും കുഞ്ഞുങ്ങളൊക്കെ ഇരുന്ന് മീൻ പിടിക്കുന്നത് അവിടെ ഇവിടെയൊക്കെ ഇരുന്ന്. അപ്പം അതുകൊണ്ട് രക്ഷകർത്താക്കൾ നോക്കുക, വീട്ടിലുള്ളവർ നോക്കുക കേട്ടോ. അപ്പം ഇത് കണ്ടോ, ഭയങ്കര മരത്തടികളും ഒക്കെ ഒഴുകി വരുന്നുണ്ടോ, നല്ലതായിട്ട് വെള്ളത്തിൻ്റെ വരവാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും സൂക്ഷിക്കുക. അപ്പോൾ എല്ലാവരും സൂക്ഷിക്കുക കേട്ടോ. പിന്നെ വോയിസൊക്കെ ഇങ്ങനെ ഇരിക്കുന്ന പനിയൊക്കെ ആയിട്ടിരിക്കുക. അപ്പം പിന്നെ അതേണ്ട കുറേ പേരുടെ പാത്രങ്ങളും തടികളും തേങ്ങയും അങ്ങനെ ഒരുപാട് വീട്ടു സാധനങ്ങളൊക്കെ ഒഴുകി വരുന്നുണ്ട് കേട്ടോ. തടിയൊക്കെ ഒഴുകി, വലിയ തടികളൊക്കെ കേട്ടോ. അവിടെ മില്ലിലെ തടികളും ഒക്കെയാണ് ഒഴുകി വരുന്നത് കേട്ടോ. അപ്പം എല്ലാവരും സൂക്ഷിക്കുക. പിന്നെ ഫോണൊക്കെ സൂക്ഷിക്കുക. വീഡിയോ എടുക്കാനും ഒക്കെ പോയിട്ടുള്ള ഇന്ന് 2 പേരുടെ ഫോണ് ആറ്റിപ്പോയി കേട്ടോ. ഇവിടെ ആറ്റിൽ തന്നെ വീണ് പോയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ സൂക്ഷിച്ചൊക്കെ എടുക്കുക. കയ്യിൽ നിന്ന് ഫോണൊക്കെ താഴെ പോകാതെ സൂക്ഷിക്കുക. ഇത് നമ്മുടെ കോഴഞ്ചേരി പുതിയ പാലത്തിൽ നിന്ന് എടുക്കുന്ന വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ അതാണ് നമ്മുടെ കോഴഞ്ചേരി പഴയ പാലം കേട്ടോ. അപ്പം നമുക്ക് ഇനി കുറച്ച് ഇതിൻ്റെ വീഡിയോസൊക്കെ കാണാം. കാരണം ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് എന്തോ സംസാരിക്കാനാണ്. എല്ലായിടവും വെള്ളം കയറി കിടക്കുക. അപ്പം നമുക്ക് കോഴഞ്ചേരിയുടെ പല ഭാഗത്തുള്ള വെള്ളം കയറി കിടക്കുന്നതെന്ന് കാണാമേ. ചങ്ങാടം അപ്പുറത്തുനിന്ന് ഇപ്പുറത്തുനിന്ന് വീട്ടിയെടുക്കും. എന്റെ ബസ് ചെയ്താൽ ഓടൂ. ദാണ്ടൊരു ഫോൺ കിടക്കുന്നുണ്ടോ, ആരുടെയോ ഒരു ഫോൺ ഒഴുകി വന്നാന്ന് തോന്നുന്നു കേട്ടോ.
ഇത് ഞങ്ങളുടെ കോഴഞ്ചേരി പൊയ്യാലി പ്ലാസയുടെ ഭാഗമാണ് കേട്ടോ. ഇത് ഇത്രയും കടകളാണ് കേട്ടോ. ആ കടകളിലെല്ലാം വേണ്ട വെള്ളം കയറിയിട്ടുണ്ട്. ഇത് നമ്മുടെ കോഴഞ്ചേരിയിൽ നിന്ന് റാന്നിക്ക് പോകുന്ന റൂട്ടാണ് കേട്ടോ. ഇവിടെ ഒരു തടിമില്ലുണ്ടായിരുന്നു. ആ മില്ലിലെ തടികളെല്ലാം ഒഴുകി പോകുന്നത് പിടിച്ചിടുവാണ് കേട്ടോ. സത്യം പറഞ്ഞ ഒറ്റ രാത്രി കൊണ്ട് എന്തെല്ലാം നാശനഷ്ടങ്ങളാണ് ഉണ്ടാകുന്നതല്ലേ. നമുക്ക് വെള്ളം കയറത്തില്ലെന്ന് പറഞ്ഞാലും എങ്ങോട്ടും ഒന്നും പോകാൻ പറ്റത്തില്ല കേട്ടോ. കാരണം ചുറ്റപ്പെട്ട് കിടക്കുകയാണ് വെള്ളം. തിരുവല്ലായിക്ക് പോകാൻ പറ്റത്തില്ല, റാന്നി, പത്തനംതിട്ട എങ്ങും പിന്നെ പോകാനോ ഒന്നും പറ്റത്തില്ല കേട്ടോ. കാരണം ഫുള്ള് വെള്ളം കയറി കിടക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഇപ്പോൾ ഈ ഒരു വെള്ളപ്പൊക്കം കൊണ്ട് നല്ല ബുദ്ധിമുട്ടുണ്ട്. അപ്പം എല്ലാവരും സേഫായിട്ടിരിക്കുക. അതേണ്ട ഇത് നമ്മുടെ അടുത്ത് ഉള്ള കണ്ടമാണ്. ഇവിടെ കൊയ്യാനൊക്കെ പോകുന്ന വീഡിയോസൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അതിനോടടുത്ത് തന്നെ ഞാൻ റീലിട്ടിട്ടുണ്ടായിരുന്ന ഒരു തോടാണിത് കേട്ടോ. ഇതും വേണ്ട ഫുള്ള് വെള്ളം കയറി കര കവിഞ്ഞ് ഒഴുകാറായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും സേഫായിട്ടും വീടുകളിലൊക്കെ തന്നെ ഇരിക്കുക. കുഞ്ഞുങ്ങളെയൊക്കെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. അപ്പോൾ എൻ്റെ ഒരു കൊച്ചു വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ എല്ലാവരോടും ബൈ പറയുന്നു. സൂക്ഷിക്കുക. ഒരിക്കൽ കൂടി പറയുന്നു, വെള്ളമാണ്. കുഞ്ഞുങ്ങളെയൊക്കെ എല്ലാവരും സൂക്ഷിക്കുക. കാരണം അവിടെ ഇവിടെയൊക്കെ കുഞ്ഞുങ്ങൾ നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട്.